ശ്രീ പി ബാലചന്ദ്രൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലായിട്ടാണ് ഈ ഉപധനാഭ്യർത്ഥനകളുടെ പ്രമേയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സർ, ഞാൻ ഒരു ആദരാഞ്ജലികളോടെ ഈ പ്രസംഗം തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നൈന സാഹിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ദാരുണമായ അന്ത്യം ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവിൽ ചർച്ച ചെയ്തതാണ്. സുശീൽ ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിൻ്റെ ഭാര്യയായിരുന്നു അവർ. പുതിയ രീതിയിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ വാദോരാതെ പ്രസംഗിച്ച പ്രതിപക്ഷത്തിൻ്റെ മനസ്സിൽ നിന്നവർ താൽക്കാലികമായിട്ടെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും. അവരുടെ സ്മരണകളിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരികയാണ്. ഒരു തന്തൂരി അടുപ്പിൽ കഷ്ണം കഷ്ണമാക്കി ആ സ്ത്രീയെ കൊലപാതകം ചെയ്ത് അവസാനിപ്പിച്ചതിന് സുശീൽ ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന് ഡൽഹി കോടതി തൂക്കുകയർ വിധിച്ച കാര്യം കോൺഗ്രസ് വിസ്മരിച്ചിട്ടുണ്ടോ? പിന്നീട് ഡൽഹി ഹൈക്കോടതി അവരെ വിട്ടയച്ചു. ഡൽഹി ഹൈക്കോടതി അവരുടെ വധശിക്ഷ ഇളവ് ചെയ്തു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ള കുമാരനാശാൻ്റെ കാവ്യവരികളും ആലോചിച്ചാണ് ഇന്ന് റൂൾ 50യുമായി ഇവർ വന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിരക്ഷയെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. NSUവിൻ്റെയും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിൻ്റെയും ഈ ചേരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൈകളെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകും. എൻ്റെ സുഹൃത്തായിട്ടുള്ള ബാലചന്ദ്രൻ തുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്, സാർ, മനുഷ്യൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ, മനുഷ്യൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ, ഇരുമ്പത്ത് ഊതിപ്പഴുപ്പിച്ച കൈകൾ, കൊഴുക്കുന്ന ചേറിൽ പുളയ്ക്കുന്ന കൈകൾ, ഒരു പൂവിൻ മോഹം വിടർത്തുന്ന കൈകൾ, മതം കൊണ്ടു പെണ്ണിൻ മടിക്കുത്തഴിപ്പോൻ്റെ നെഞ്ചം പിളർക്കുന്ന കൈകൾ, മനുഷ്യൻ്റെ കൈകൾ, മനുഷ്യൻ്റെ കൈകൾ, മനുഷ്യൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ. അതെ, ഇടതുപക്ഷത്തിൻ്റെ കൈകൾ അങ്ങനെയുള്ള കൈകളാണ് സാർ. മതം കൊണ്ട് പെണ്ണിൻ്റെ മടിക്കുത്തഴിപ്പോൻ്റെ നെഞ്ചം പിളർക്കുന്ന കൈകൾ. അത് കേരളത്തിൻ്റെ ചരിത്രമാണ് സാർ. നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കേരളത്തിൽ ഇന്ന് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെ ഒരു ജീവിത കവാടം ഈ ഭാർഗവ ക്ഷേത്രത്തിന് കേരളത്തിന് തുറന്നു കിട്ടിയത് ഏത് കാലഘട്ടത്തിലൊക്കെയാണ് സാർ? ഇന്ന് കേരളത്തിലെ ഭരണ സംവിധാനം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർക്കറിയാം. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസ പദ്ധതികൾക്ക് വേണ്ടി, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ഭദ്രശ്രദ്ധമായി പരിശ്രമിക്കുകയാണ്. ഇവിടെ ചട്ടമനുസരിച്ച് മുഖ്യമന്ത്രി കുറച്ച് മുമ്പ് വായിച്ച ആ ദീർഘമായ വസ്തുതകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് സാർ? കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിന് ഐക്യകേരള പിറവിക്ക് ശേഷമുള്ള 68 വർഷങ്ങളിൽ ഭരണാധികാരം കൈയാളിയപ്പോഴൊക്കെ ഒരു കേരള മോഡൽ എന്നുള്ള സങ്കല്പം മുന്നോട്ട് വയ്ക്കാനും പാവപ്പെട്ടവനെ അതിലൂടെ വഴി നടത്താനും പ്രേരിപ്പിച്ച ഒരു ഇടതുപക്ഷമാണ് സാർ കേരളത്തിലുള്ളത്. ആ കേരളം ഇന്ന് വിഴിഞ്ഞം പദ്ധതി വരെ എത്തി നിൽക്കുമ്പോൾ, 3 ദേശീയ പാതകൾ വരെ എത്തി നിൽക്കുമ്പോൾ, ഗെയിൽ പൈപ്പ് സംവിധാനം വരെ എത്തി നിൽക്കുമ്പോൾ, ഈ കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും ഉയർന്ന സംവിധാനങ്ങളിലേക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിനും ആധുനിക കേരളീയ ജീവിതത്തെ സമഗ്രമായി സമുദ്ധരിക്കുന്നതിനും വേണ്ടി K-ഫോൺ വരെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും കേരളത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പുരോഗതി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവിധത്തിലും കേരളത്തിൻ്റെ മുന്നിൽ ഒരു തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ
അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? BJP ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ സമീപനത്തിനെ ചൂണ്ടിക്കാണിക്കാൻ അടിസ്ഥാനപരമായി പക്ഷപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്, മലയാളിയുടെ പ്രശ്നമാണ് എന്നീ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? ഈ രാജ്യത്തെ വർത്തമാന പത്രങ്ങൾ ആദർശാത്മകമായ പത്രപ്രവർത്തനത്തിന്റെ പാത വിട്ട് ഒരു മഞ്ഞപ്പത്രത്തിന്റെ നിലവാരത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളെ പഴിചാരുന്നതിനും ആ സംഘടനകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉത്ഭവിപ്പിക്കുന്നതിനും വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ആ വാർത്തകൾ പെരുപ്പിച്ച് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം, അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിന്റെ സുരക്ഷിതത്വമാകെ അപകടത്തിലാണ് എന്ന് വരുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് കേരളത്തിന് മനസ്സിലാകും സർ. വിഴിഞ്ഞം തുറമുഖം അടുത്ത ദിവസം അന്താരാഷ്ട്ര രീതിയിൽ ശ്രദ്ധ നേടാൻ പോവുകയാണ്. ഈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്, സ്വാഭാവിക തുറമുഖം. 18-20 അടി താഴ്ചയുള്ള 20 മീറ്റർ താഴ്ചയുള്ള പ്രകൃതിദത്തമായ ഒരു തുറമുഖം. ആ തുറമുഖത്തിന് കേരളം ചിലവഴിച്ചത് എത്രയാണ്? സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടുകൂടി 5539 കോടി രൂപ പ്രാഥമികമായി ചെലവ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന നാളുകളിൽ അത് 18,000 കോടിയായി വികസിപ്പിച്ചുകൊണ്ട് ലോകത്താകെയുള്ള കപ്പൽ സംവിധാനങ്ങൾക്കിവിടെ മദർ പോർട്ടായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നാളുകളിൽ വരികയാണ്. അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എട്ടുകാലിമമ്മൂഞ്ഞുമാരായ പ്രതിപക്ഷത്തെ ചില നേതാക്കന്മാർ ഈ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ്. എട്ടുകാലിമമ്മൂഞ്ഞിൻ്റെ കഥ പലതവണ ഈ നിയമസഭയിൽ പല നിയമസഭാ സാമാജികരും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലിമമ്മൂഞ്ഞ് മനക്കല പാറുക്കുട്ടിക്കും വയറ്റിലുണ്ടായപ്പോൾ അതും ഞാനാണ് എന്ന് ചായക്കടയിലിരുന്ന് പറയുന്ന എട്ടുകാലിമമ്മൂഞ്ഞുമാരുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം തരം താഴരുത്. ആ കഥ അവർക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ പാതയിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉപരോധത്തിനെതിരെ മനുഷ്യരാശിയുടെ പുരോഗതിയിലേക്കുള്ള പാതയിൽ കേന്ദ്ര ഉപരോധം എന്ന ഉമ്മാക്കി കാട്ടിക്കൊണ്ടു നിൽക്കുന്ന സംഘപരിവാർ ഗവൺമെന്റിനെ മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമരമുഖങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് നിയമസഭാ സീറ്റുകളായിരിക്കും അല്ലെങ്കിൽ പാർലമെന്റ് സീറ്റുകളായിരിക്കും പ്രധാനം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളുടെ ഉപായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ഞ് പെയ്യുന്ന ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥം പഴയ പേരാണ്, അവിടെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടെ കുത്തിയിരുന്നത് ഈ കേരളത്തെ സംരക്ഷിക്കണം, സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം, ഗ്രാമീണ തലങ്ങളിലും നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘടനകളിലും വികാസം കൊണ്ടുവരുന്നതിന് വേണ്ടി, വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി, മനുഷ്യപക്ഷത്തേക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് ചേർന്ന് നിന്നാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് നിങ്ങളതിൽ നിന്ന് വഴിമാറി നിന്നത്. എന്നിട്ടെന്തായിരുന്നു ഈ കേരളത്തിൽ താൽക്കാലികമായി പ്രതിപക്ഷത്തിനുണ്ടായ പരാജയത്തിൻ്റെ പിന്നിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ആ വിലയിരുത്തപ്പെട്ട ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് കൂടി നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ നടക്കുന്ന സാമുദായിക ധ്രുവീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് സംഘപരിവാറും BJPയുമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ അഭ്യർത്ഥിച്ച് എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ് സർ.